പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് അല്ലെ കേരളത്തിൽ നിന്നൊക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ GCC കൺട്രികളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം നമ്മുടെ സിം BSNL ആയിരിക്കാം, ചിലപ്പം എയർടെല്ലോ മറ്റേതെങ്കിലും ഓപ്പറേറ്റർ സിസ്റ്റത്തിലുള്ള ഒരു സിമ്മായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് വന്ന് കുറച്ച് ദിവസങ്ങളൊക്കെ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ നമുക്ക് വരും. നമ്മൾ ബാങ്കിൽ നിന്നുള്ള SMS-കളും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും OTP ഒക്കെ വേണമെങ്കിൽ വന്നുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ OTP ഒക്കെ നമുക്ക് കട്ടായി പോകും. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് നമ്മൾ എക്സ്ട്രാ ചാർജൊക്കെ ചെയ്തെങ്കിലും ഒരുപാട് പേര് ഇതിനു വേണ്ടി ഇവിടെ നിന്ന് റീചാർജ് ചെയ്തും ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്തും ഒക്കെ ഒരുപാട് പൈസ കളയുന്നുണ്ട്. ഓക്കെ, എനിക്ക് വന്നിട്ടുള്ള ഒരു അനുഭവമാണ്. അത് നിങ്ങൾക്ക് കൂടെ ഒരു ഉപകാരപ്രദമാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പം നിലവിൽ എൻ്റെ സിം ആക്റ്റീവായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാം, റോമിങ്ങിൽ എൻ്റെ സിം ആക്റ്റീവാണ്. കാരണം എനിക്ക് ഇപ്പോൾ വരുന്ന SMS നോട്ടിഫിക്കേഷനോ മറ്റുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ലഭിക്കും. ഞാനിതിൻ്റെ ഫോണിൽ തന്നെയാണ് സെറ്റ് ചെയ്തത്. അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നിങ്ങളുടെ ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ മൊബൈലെടുത്തു. മൊബൈലിൽ നിങ്ങൾ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൊബൈൽ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ചില ആളുകളുടെ നെറ്റ്വർക്ക് എന്നായിരിക്കും വരുന്നത്. നിങ്ങളുടെ ഓരോ ഫോണിലും വ്യത്യാസം ഉണ്ടാകും. ഞാനിവിടെ എൻ്റെ ഫോണിൽ ഒപ്പോയുടെ ഫോണാണ് ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കോളിംഗ് രണ്ട് സിമ്മുകൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഡബിൾ സിമ്മാണ്. സിംഗിൾ സിം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ സിംഗിൾ സിമ്മ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, ഒരു സിമ്മ് മാത്രമാണ് കാണത്തുള്ളൂ. അപ്പോൾ ആ ഒരു സിംഗിൾ സിമ്മിൽ മാത്രം ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇവിടെ നിങ്ങൾക്ക് റോമിംഗ് ഡാറ്റയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ സ്വിച്ച് ഡാറ്റ സിം എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ സിം ഉള്ളവർക്കാണ് കേട്ടോ ഈ ഒരു ഓപ്ഷൻ. അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഓട്ടോ റോമിങ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടുത്തെ സിമ്മിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മുകളിലെ 2 സിമ്മുകൾ കാണാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഞാനിപ്പോൾ BSNLൻ്റെ സിമ്മാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഓൾറെഡി ജിയോയിൽ നിന്നും BSNLോട്ട് പോർട്ട് ചെയ്ത ഒരു സിമ്മാണ്. എനിക്ക് പക്ഷേ ജിയോയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ BSNLോട്ട് മാറിയ സമയത്ത് ഞാനിവിടെ വന്ന് കുറച്ച് നാൾ, ഒരു മാസമൊക്കെ കിട്ടി. അതിനുശേഷം എനിക്ക് നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ എനിക്ക് ആവശ്യമുള്ള ബാങ്കിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെയുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളോ ഒന്നും കിട്ടാതെ ഗൂഗിൾ പേ ഒക്കെ കട്ടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പലരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അവർക്കെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ഈ BSNL എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരു ഫോൺ മാത്രമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഈ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണേ കാണുള്ളൂ, 1 സിം മാത്രമേ കാണുള്ളൂ. ആ സിമ്മിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എനേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ ഈ ഓപ്ഷൻ ഡിസേബിൾ ആണ്, ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഇവിടെ കാണാം. ഡേറ്റ നിങ്ങൾക്ക് റോമിങ്ങിൽ ആവശ്യമുണ്ടെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഡാറ്റ റോമിങ് നിങ്ങൾക്ക് ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, സാധാരണ റോമിങ്ങിലാരും ഡാറ്റ ഉപയോഗിക്കാൻ വഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ തന്നെ ഇൻ്റർനെറ്റ് ഉണ്ടാവും, വൈഫൈയോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സിമ്മിലുള്ള ഡാറ്റയൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ റോമിംഗ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വോൾ ലൈറ്റ് കോൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ മാത്രം എനേബിൾ ചെയ്ത് വിടുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള പ്രിഫർഡ് നെറ്റ്വർക്ക് ടൈപ്പ് അത് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് 5G 4G 3G എല്ലാം കൂടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും മുകളിലത്തെ സെലക്ട് ചെയ്യുക. എനിക്കിപ്പോൾ നിലവിലെ SMS മാത്രമാണ് ഇവിടെ ആവശ്യമുള്ളത്. നോട്ടിഫിക്കേഷൻ മാത്രം എനിക്ക് കിട്ടണം, SMS മാത്രം കിട്ടണം. എന്ന് പറഞ്ഞാൽ എനിക്ക് ഏതെങ്കിലുമൊക്കെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അങ്ങനെയുള്ള മെസ്സേജുകളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള OTP ഒക്കെ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഓൺലി 2Gയിൽ മാത്രമാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. കാരണം എനിക്ക് മറ്റ് ഒരുപാട് പേയ്മെൻറ്റ് ഇതിനു വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചെറിയ 160 രൂപയുടെ ഒരു റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സെറ്റാകും. ഓക്കെ, അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് പോവുക. ബാക്കിലോട്ട് കഴിഞ്ഞാൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ചെയ്യേണ്ടത് ആക്സസ് പോയിൻറ്റ് നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ 5G സിമ്മാണെങ്കിൽ 5G, 4G സിമ്മാണെങ്കിൽ 4G നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ 5G സിമ്മാണ്, BSNL 5G ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വലതുഭാഗത്തൊരു ഐ ബട്ടൺ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ ഏറ്റവും മുകളിൽ നെയിം BSNL 5G എന്ന് കൊടുക്കാം. APN എന്നുള്ളത് SMS എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് SMS മാത്രം ആവശ്യമുള്ളതുകൊണ്ടാണ്. നിങ്ങളിവിടെ ഇൻ്റർനെറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് കൊടുക്കാം.
അതിന് താഴെ യൂസർ നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. നാലാമത്തെ ഓപ്ഷനാണ് യൂസർ നെയിം വരുന്നത്. അവിടെ BSNL 5G എന്ന് കൊടുക്കാം. പാസ്വേഡോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. സെർവർ നിങ്ങൾ www.google.com എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ MCC 404, അതുപോലെ MNC 702. അതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് APN ടൈപ്പ് ഡിഫാൾട്ടാണ് കൊടുക്കേണ്ടത്. APN പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് IPv4 IPv6 ഇത് തന്നെ കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങളിവിടെ മുകളിൽ ഓക്കെ കൊടുക്കുക, ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ബാക്കിലോട്ട് പോവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിന് താഴെ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോയിലാണ് കിടക്കുന്നത്, ഓട്ടോ സെലക്റ്റിലാണ് കിടക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സിമ്മിൽ റേഞ്ച് പോലും കാണിക്കത്തില്ല. കാരണം നമ്മൾ ഒരു സെർവറുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ സെർവറുമായിട്ട് വേണം കണക്ട് ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് ഇത്തിസലാത്തുണ്ട്, ഡൂ ഉണ്ട്, അതുപോലുള്ള 2-3 സിമ്മുകളുണ്ട്. അതിനകത്ത് നിങ്ങൾ ഏത് സിമ്മാണോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു സിമ്മിലോട്ട് നിങ്ങൾക്ക് ഇതുപോലെ കൊടുക്കാം. ഞാനിവിടെ EN അതായത് ഇത്തിസലാത്തിലോട്ടാണ്. ഇത്തിസലാത്ത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത്തിസലാത്ത് 2G എന്നാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇവിടെ നമുക്ക് കുറേ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തത് 5G ആണെങ്കിൽ 5G നമുക്ക് കിട്ടും. ഞാനിവിടെ ഇത്തിസലാത്ത് 2G സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഈ ഓപ്പറേറ്റർ സെർച്ച് ചെയ്യുന്നതിന് ശേഷം ഇവിടെ കണ്ടോ BSNLുമായിട്ട് താഴെ നിങ്ങൾക്ക് കാണാം. ഇത്തിസലാത്ത് BSNLുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ മുകളിൽ റോമിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മുകളിൽ ഈ ഒരു റേഞ്ച് കാണിക്കുന്ന ഏരിയയിൽ നിങ്ങൾക്ക് റോമിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇനി SMS കാര്യങ്ങളൊക്കെ വരും. എനിക്ക് എൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും ഓപ്പൺ ആകുന്നില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഗൂഗിൾ പേയും കാര്യങ്ങളും എല്ലാം എൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഗൂഗിൾ പേ എൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷൻസ് എൻ്റെ ഫിനാൻസിൻ്റെ ഒക്കെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ ഇപ്പോൾ ഈ ഒരു റോമിംഗ് വഴി ആക്റ്റീവായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടെ ഉപകാരപ്രദമായിക്കോട്ടെ. ഇതുപോലെ ഒത്തിരി പേര് സിം ആക്റ്റീവ് ആകാതെ SMS ഒന്നും വരാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കുക. മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ, സീ യു.